ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നോക്കൂ. UNOയിലെ അംഗീകൃത ഭാഷകൾ. ഉത്തരത്തിനായി ഒരാളുടെ പേരോർക്കാം. സി ഫാരിസ്, CFARES. സി ചൈനീസ്, F ഫ്രഞ്ച്, A അറബിക്, R റഷ്യൻ, E ഇംഗ്ലീഷ്, S സ്പാനിഷ്. സി ഫാരിസ് എന്ന ഒരു വ്യക്തിയുടെ പേര് മാത്രം ഓർമ്മിച്ചു വെക്കുന്നതിലൂടെ വളരെ വേഗം നമുക്ക് ഇത്തരം ഉത്തരങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയുന്നു. ഇതുപോലെയുള്ള ഏതാനും ചില ചോദ്യങ്ങൾ കൂടി നോക്കാം. G8 രാജ്യങ്ങൾ ഏതൊക്കെ? CIJ ഗഫൂർ, C കാനഡ, I ഇറ്റലി, J ജപ്പാൻ, G ജർമ്മനി, F ഫ്രാൻസ്, U UK, R റഷ്യ. റോമൻ സംഖ്യാസമ്പ്രദായത്തിൽ എത്ര അക്കങ്ങൾ ഏതൊക്കെ? 7 ഉള്ളത്. അതായത് I, V, X, L, C, D, M എന്നിവയാണ്. ഇവ ഒരു വാക്കുപോലെ പഠിച്ചു വയ്ക്കുക. IVXLCDM. ഇവ ഓരോന്നിന്റെയും വില ഇപ്രകാരമാണ്: I 1, V 5, X 10, L 50, C 100, D 500, M 1000. വലിപ്പക്രമം അനുസരിച്ച് ഗ്രഹങ്ങളുടെ സ്ഥാനം പറയുക. J സുനീവ് MM, J ജൂപ്പിറ്റർ, S സാറ്റേൺ, U യുറാനസ്, N നെപ്റ്റ്യൂൺ, E എർത്ത്, V വീനസ്, M മാസ്, M മെർക്കുറി. J സുനീവ് MM. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൂടുതലുള്ള വാതകങ്ങൾ NOAC എന്ന് ഓർമ്മിച്ചു വെക്കാം. NOAC. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. നൈട്രജൻ 78.1%, ഓക്സിജൻ 20.9%, ആർഗൺ 0.9%, കാർബൺ ഡൈ ഓക്സൈഡ് 0.035%. അടുത്തത്, സൂര്യനിൽ നിന്നുള്ള അകലപ്രകാരം ഗ്രഹങ്ങളുടെ സ്ഥാനം. ഉത്തരം MV M സൺ, EMJ SUN, M മെർക്കുറി, V വീനസ്, E എർത്ത്, M മാർസ്, J ജൂപ്പിറ്റർ, S സാറ്റേൺ, U യുറാനസ്, N നെപ്റ്റ്യൂൺ. ഏറ്റവും പ്രശസ്തരായ മുഗൾ രാജാക്കന്മാർ വഴിക്രമത്തിൽ ഓർമ്മിച്ചു വയ്ക്കാൻ ബാദ്ഷാ എന്ന് പഠിച്ചു വെക്കുക. BHAJSAB, ബാദ്ഷാ. ബാബർ, H ഹുമയൂൺ, A അക്ബർ, J ജഹാംഗീർ, S ഷാജഹാൻ, A ഔറംഗസീബ്, B ബഹദൂർ ഷാ എന്നിവർ. ഇതിൽ ആദ്യത്തെ 6 പേർ വഴിക്രമത്തിലാണ്. അതിനുശേഷം 20-ൽ പരം അപ്രശസ്തരായ മുഗൾ ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ അവസാനത്തെ ആളാണ് ബഹദൂർ ഷാ സഫർ. ഇദ്ദേഹത്തെ 1857-ലെ 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തുകയാണുണ്ടായത്. നമുക്കടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സാർക്കിലെ അംഗരാജ്യങ്ങൾ. പീന MBBS. സാർക്കിലെ അംഗരാജ്യങ്ങൾ പീന MBBS. P പാകിസ്ഥാൻ, I ഇന്ത്യ, N നേപ്പാൾ, A അഫ്ഗാനിസ്ഥാൻ, M മാലിദ്വീപ്, B ബംഗ്ലാദേശ്, B ഭൂട്ടാൻ, S ശ്രീലങ്ക. സാർക്കിലെ അംഗരാജ്യങ്ങൾ പീന MBBS. യൂറോ അംഗീകരിക്കാത്ത 3 പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. BDS എന്നോർത്തു വയ്ക്കുക. ബ്രിട്ടൻ, ഡെൻമാർക്ക്, സ്വീഡൻ. BDS, യൂറോ അംഗീകരിക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങൾ. BDS. അടുത്തതായി മറ്റൊരു മെമ്മറി മെത്തേഡ് പരിചയപ്പെടുത്താം. സ്റ്റോറി മെത്തേഡ്. എഴുത്തുകാരും ചില പ്രധാന രചനകളും പെട്ടെന്ന് ഓർത്തെടുക്കാൻ ഒരു സ്റ്റോറി മെത്തേഡ്. ഏതാനും എഴുത്തുകാരെയും അവരുടെ രചനകളെയും ചെറിയ കഥകളിലൂടെയും സംഭവങ്ങളിലൂടെയും പഠിച്ചെടുക്കാം. ഇങ്ങനെ പഠിച്ചെടുക്കുന്നത് വഴി രചനകൾ പരസ്പരം മാറിപ്പോവാതിരിക്കാനും ഓർമ്മയിൽ തങ്ങി നിൽക്കാനും സഹായിക്കും. ഇടശ്ശേരി. കാവിലെ പൂതപ്പാട്ടും കഴിഞ്ഞ് കറുത്ത ചെട്ടിച്ചികൾ പുത്തൻകലവും അരിവാളും ഒരു പിടി നെല്ലിക്കയുമായി അന്തിത്തിരിവെട്ടത്തിൽ ഇടവഴിയിലൂടെ നടന്നു. ഇതിൽ ഇടവഴി എന്നതിലൂടെ ഇടശ്ശേരിയെ ഓർക്കാം. അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ കാവിലെ പാട്ട്, പൂതപ്പാട്ട്, കറുത്ത ചെട്ടിച്ചികൾ, പുത്തൻകലവും അരിവാളും, ഒരു പിടി നെല്ലിക്ക, അന്തിത്തിരി. പാറപ്പുറം. KE മത്തായി. പാറപ്പുറത്തെ പണിതീരാത്ത വീട്ടിൽ നിണമണിഞ്ഞ കാൽപ്പാടുകൾ കണ്ട് അയാൾ അരനാഴിക നേരം നിന്നു. പണിതീരാത്ത വീട്, നിണമണിഞ്ഞ കാൽപ്പാടുകൾ, അരനാഴിക നേരം എന്നിങ്ങനെ പോകുന്നു KE മത്തായി എന്ന പാറപ്പുറത്തിന്റെ കൃതികൾ. കോവിലൻ. താഴ്വരയിലെ തോറ്റംപാട്ടിന്റെ തട്ടകമായ കോവിലിലിരുന്ന് പ്രവാസിയായ അയാൾ. കോവിലൻ എന്നതിൽ നിന്ന് കോവിലനെ ഓർക്കാം.
അദ്ദേഹത്തിന്റെ രചനകൾ താഴ്വരകൾ, തോറ്റങ്ങൾ, തട്ടകം, പ്രവാസി, AB. MT വാസുദേവൻ നായർ. ഇൻഫർമേഷൻ നിറഞ്ഞ അതൊരു വീഡിയോകൾ മഞ്ഞുകാലമായിരുന്നു. സബ്സ്ക്രൈബ് കുട്ടിയടത്തിയും ഓപ്പോളും കൂടി